നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭാവനയോടെ നമ്മൾ ഉരുത്തിരിച്ചെടുക്കുന്ന പേടികളെല്ലാം വലിച്ചു കളയാന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഞാൻ പണ്ടൊരു പുസ്തകത്തിൽ വായിച്ച പ്രശസ്തമായിട്ടൊരു ഒരു കഥയുണ്ട്. അതായത് ഒരു വ്യക്തി സ്ഥിരമായിട്ട് സഞ്ചരിക്കുന്ന, പഴയ കാലത്താണ്, അന്ന് സ്ട്രീറ്റ് ലൈറ്റ് ഒന്നും ഇല്ലാത്ത ആ ഒരു കാലത്താണ്, ഒരു ചെറു കൊച്ചു റോഡിലൂടെ സഞ്ചരിക്കുക. അത് സ്ഥിരം ജോലി കഴിഞ്ഞ് വൈകിട്ട് 7-8 മണിയോട് കൂടിയാണ് പോകുന്നത്. സ്ഥിരം പോകുന്ന പാടെ ഒരു പാടത്തിന്റെ വഴിയാണ്. അവിടെ നിറയെ പാമ്പുകൾ ഉണ്ട് എന്നാണ് ആളുകൾ പറയാറുള്ളത്. അപ്പൊ ഇദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം എന്നും പോണ വഴിയാണ്. പക്ഷെ അന്ന് അദ്ദേഹം സൈക്കിൾ കൊണ്ട് ചവിട്ടി പോണ സമയത്ത് അദ്ദേഹത്തിന് അന്ന് സൈക്കിൾ പഞ്ചറാവുകയും ഉന്തി പോകേണ്ട ഒരു അവസ്ഥ ഉണ്ടാവുകയും ചെയ്തു. കഷ്ടകാലത്തിന് അന്ന് വെളിച്ചം ഉണ്ടായിരുന്നില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും ആളുടെ മനസ്സിൽ, ആളുടെ ഭാവനയിൽ എന്തുണ്ട്? ആ പോകുന്ന പ്രദേശത്ത് നിറയെ പാമ്പുള്ള സ്ഥലമാണ്. ഇങ്ങനെ പതുക്കെ ഉന്തി പോണ സമയത്ത് അദ്ദേഹത്തിന്റെ കാലില് എന്തോ ചുറ്റി. ആള് അപ്പൊ തന്നെ ബോധം കെട്ട് വീണു. പിന്നാലെ വന്ന ആളുകള് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അദ്ദേഹം മരണപ്പെട്ടു. അവിടെ ഉണ്ടായ കാര്യം, അദ്ദേഹത്തിന് ഉണ്ടായ ആ ഭാവനയിൽ ഉണ്ടായ കാര്യം, സത്യത്തിൽ പാമ്പ് അദ്ദേഹത്തിന്റെ കാല് ചുറ്റി കടിച്ചു. ആ പാമ്പിന്റെ മാരകമായ വിഷമാണ് അദ്ദേഹത്തിനെ ബോധരഹിതനാക്കാനും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യാനും അതിലൂടെ മരണം സംഭവിക്കുകയും ചെയ്തതാണ്. അദ്ദേഹത്തെ സംബന്ധിച്ച് ആ പാമ്പിന്റെ വിഷമാണ് അദ്ദേഹത്തിന്റെ മരണകാരണമെങ്കിൽ യഥാർത്ഥത്തില് അദ്ദേഹത്തിന്റെ തെറ്റായ വിശ്വാസം ഉണ്ടായി. അത് ഒരിക്കലും ഒരു പാമ്പല്ല, ആയിരുന്നില്ല. അവിടെ കിടന്ന എന്തോ വള്ളിയായിരുന്നു. ആ വള്ളി ചുറ്റിയപ്പോഴാണ് പാമ്പ് കടി ഏറ്റുന്നുള്ള ആ മൈൻഡ് സെറ്റിൽ, ആ ഭാവനയിൽ ഉരുത്തിരിയും അതിലൂടെ അദ്ദേഹം മരണത്തിലേക്ക് നയിക്കും. അവിടെ തെറ്റായ വിശ്വാസമുണ്ടായ, അദ്ദേഹത്തിന്റെ തെറ്റായ വിശ്വാസം കൊണ്ടുണ്ടായ മാരകമായ വിഷമാണ്. വിശ്വാസം, തെറ്റായ വിശ്വാസം വലിയ വിഷം നമ്മുടെ ശരീരത്തിൽ ഉത്പാദിപ്പിക്കും. ആ വിഷമാണ് അദ്ദേഹത്തിന്റെ മരണകാരണത്തിന് കാരണമായത്. ഇത്തരത്തില് നമ്മുടെ ഉള്ളിൽ പലരുടെയും ഉള്ളിൽ തെറ്റായ വിശ്വാസങ്ങളുണ്ട്. ഈ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ തെറ്റായ വിശ്വാസങ്ങളുണ്ട്. അതിനെല്ലാം പൊളിച്ചെഴുതിയേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. അതിന് നിങ്ങൾ തയ്യാറായേ പറ്റും. എങ്കിൽ മാത്രമേ നമ്മൾ ആഗ്രഹിക്കുന്ന വലിയ വിജയത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കുള്ളൂ. അടുത്തത്, ഡു നോട്ട് അഫ്രൈഡ് ഓഫ് മിസ്റ്റേക്ക്. ഒരിക്കലും തെറ്റ് പറ്റുമ്പോൾ നമ്മൾ അതിനെ ഭയചകിതരാകരുത്, പേടിക്കരുത്. ഡു നോട്ട് അഫ്രൈഡ് ഓഫ് മിസ്റ്റേക്ക്. മിസ്റ്റേക്ക് ഉണ്ടാവും. മിസ്റ്റേക്സ് ആർ ഹ്യൂമൻ ബീയിങ് എന്നാണ് പറഞ്ഞത്. തെറ്റുകൾ മനുഷ്യ സഹജമാണ്. അത് തിരുത്തി മുന്നോട്ട് പോകുന്നതോടെയാണ് നമ്മുടെ യഥാർത്ഥ വിജയം ഉണ്ടാവുന്നത്. തെറ്റ് പറ്റാത്തവരായി തന്നെ ആരും തന്നെ ഇല്ല. ആദ്യം പറയുന്ന പ്ലാൻ, ആദ്യം പറയുന്ന പ്രസന്റേഷൻ, ആദ്യം നിങ്ങൾ എടുക്കുന്ന MC, ആദ്യം നിങ്ങൾ ഗ്രൂപ്പിൽ പ്രസന്റ് ചെയ്യുന്ന സമയത്ത് ആദ്യം ചെയ്യുന്ന ഫോളോ അപ്പുകൾ, ആദ്യം ചെയ്യുന്ന ഡെമോ, ഇവിടെ എല്ലാം ഒരു പെർഫെക്ഷനിലേക്ക് എത്തണമെന്നില്ല. പക്ഷേ നിരന്തര പ്രാക്ടീസിലൂടെ ആ തെറ്റി നമ്മൾ ശരിയിലേക്ക് എത്തുകയാണ്. ആദ്യത്തെ പ്ലാനും 100ാമത്തെ പ്ലാനും തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ടായിരിക്കും. പക്ഷെ 100ാമത്തെ പ്ലാൻ നമുക്ക് ആദ്യമേ പറയാൻ സാധ്യതയുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉണ്ടാവുന്ന മിസ്റ്റേക്കുകളെ വളരെ സന്തോഷത്തോടെ സ്വീകരിക്കുകയും അതിനെ തിരുത്താൻ തയ്യാറാവുകയും ചെയ്യാന്നുള്ളതാണ്. നമ്മൾ പലപ്പോഴും ബിസിനസ് പറയുന്ന സമയത്ത് നമ്മുടെ കൂടെ ഇരുന്ന ആളുകൾ പറയും, നമ്മൾ തുടക്കത്തിൽ പറയും നിങ്ങൾ ഇന്ന് പറയണം എന്ന് പറഞ്ഞിട്ട് ചെല്ലുമ്പോ അവര് പറഞ്ഞ ഒരു വാചകമുണ്ട്, ഇത് വലിയ ഒരു പുലിയാണ് സാറേ, ഇതും കൂടി സാറ് പറയണം, അടുത്ത് ഞാൻ പറഞ്ഞു. ഇങ്ങനെ പറയുന്ന ആളുകളെ കാണാം. അവരങ്ങനെ നീട്ടിപ്പോവും. ആ പറയാനുള്ള ധൈര്യം ഒന്ന് പ്രസന്റ് ചെയ്താൽ തീർന്നു, ഇത്രയേ ഉള്ളൂ. ഐഡിയ അടിക്കാൻ മടിയുള്ള ആളുകളുണ്ട്. KYC ചെയ്യാൻ, പിന്നാക്കാൻ മടിയുള്ള ആളുകളുണ്ട്. ഒരു തവണ ശ്രമിച്ചാൽ നടക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെയുള്ളൂ. പക്ഷെ നമ്മൾ ചെയ്യുക, അത് ആ ചെയ്യാനുള്ള ധൈര്യം നമ്മൾ പലപ്പോഴും കാണിക്കാറില്ല. തെറ്റിപ്പോകുമോ എന്നുള്ള വലിയൊരു പേടിയാണ് അവിടെ. തെറ്റട്ടെ, എത്ര തവണ തെറ്റും? നിങ്ങൾ ഐഡിയ അടിക്കാൻ ശ്രമിച്ചാൽ എത്ര തവണ തെറ്റും? ഒരാളോട് പ്ലാൻ പറയാൻ ശ്രമിച്ചാൽ എത്ര തവണ തെറ്റും? ഫോളോ അപ്പിന് പോയാൽ എത്ര തവണ മിസ്റ്റേക്ക് ഉണ്ടാവും? ആദ്യത്തെ 1-2 തവണ ചെറിയ മിസ്റ്റേക്കുകൾ ഉണ്ടാവാം. 3-4 തവണ ഉണ്ടാവാം. അത് 5-6 തവണ കഴിയുമ്പോൾ നിങ്ങളൊരു പെർഫെക്ഷനിലേക്ക് എത്തും. അങ്ങനെ എത്തിയവരാണ് ഇന്നിവിടെയുള്ള എല്ലാവരും തന്നെ. അങ്ങനെയുള്ള ആള് എക്സ്പീരിയൻസിൽ നിന്നാണ് അവരെല്ലാം ഈ പറയുന്ന ഏറ്റവും മികച്ച ആളുകളായി മാറിയുള്ളത്. അപ്പോ ഈ പറയുന്ന മിസ്റ്റേക്കുകൾ ഉണ്ടാവുന്ന സമയത്ത് ഒരിക്കലും നമ്മൾ പേടിക്കാൻ പാടില്ല, പിന്മാറാൻ പാടില്ല. വീണ്ടും ഈ ബിസിനസ്സിൽ നിങ്ങൾ മിസ്റ്റേക്കുകൾ ചെയ്തുകൊണ്ട് അത്
പെർഫെക്ഷനിലേക്ക് എത്തുക എന്നുള്ളതാണ്, കറക്റ്റ് ആയിട്ട് മാറുക എന്നുള്ളത്. അതിനുള്ളൊരു ചങ്കൂറ്റം നമ്മൾ കാണിക്കണം. ആ പ്ലാൻ പറയണം, ഞാനുണ്ട്, ഇത് ധൈര്യമായിട്ട് പ്ലാൻ പറയും, ധൈര്യമായിട്ട് പറയണം, ധൈര്യമായിട്ട് MC എടുക്കൂ, ധൈര്യമായിട്ട് പ്ലാൻ പ്രസന്റ് ചെയ്യൂ, ഐഡിയ അടിക്കൂ, കൈവേസ് ചെയ്യൂ, ധൈര്യമായിട്ട് ആ രീതിയിലേക്ക് നമ്മൾ ഓരോരുത്തരും മാറാം. കാരണം ഇത് നമ്മുടെ സ്വന്തം ബിസിനസ്സാണ്, നമ്മുടെ സ്വന്തം ബിസിനസ്സാണ്. ഇവിടെ നമ്മൾക്ക് മാത്രമേ, എനിക്ക് മാത്രമേ എന്നെ മികച്ചതാക്കാൻ കഴിയൂ, എനിക്ക് മാത്രമേ എന്റെ കഴിവ് വർദ്ധിപ്പിക്കാൻ കഴിയൂ, എനിക്ക് മാത്രമേ എന്റെ ടീമിനെ വളർത്താൻ കഴിയൂ. ആ ചിന്താഗതിയിലേക്ക് നമ്മൾ വരണം. എന്നിൽ തുടങ്ങുന്ന ഈ ടീം എന്റേതാണ്, ഞാനാണ് അതിന്റെ എല്ലാ കാര്യങ്ങളും ഇടപെടേണ്ടതും എല്ലാ കാര്യങ്ങളും ഏറ്റെടുക്കേണ്ടത്. ആ ഉത്തരവാദിത്ത ബോധത്തോട് കൂടിയിട്ട് മുന്നോട്ട് പോകാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും ഇവിടെ അറിവോ കഴിവോ ഒരു പ്രശ്നമല്ലാതിരിക്കും. നിങ്ങൾ തിരിച്ചറിയേണ്ടത് അറിവിന്റെയോ കഴിവിന്റെയോ അടിസ്ഥാനത്തിലല്ല ഒരു വ്യക്തി വിജയിക്കുന്നത്, നിരന്തരമായ പരിശ്രമത്തിലൂടെയാണ്. കണ്ടിന്യൂസ് ആയിട്ടുള്ള, കൺസിസ്റ്റന്റ് ആയിട്ടുള്ള നിരന്തരമായ ആക്ഷനാണ്, പ്രവർത്തനമാണ് ഒരു വ്യക്തിയുടെ വിജയത്തിന്റെ മൂല്യം നിർണ്ണയിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും തെറ്റുകൾ പറ്റുന്ന സമയത്ത് ഒരിക്കലും ഭയക്കാതിരിക്കുക എന്നുള്ളതാണ്. എവരി പ്രോബ്ലം ഈസ് ആൻ ഓപ്പർച്യൂണിറ്റി ടു ഷോ യുവർ കപ്പാസിറ്റി. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. എവരി പ്രോബ്ലം ഈസ് ആൻ ഓപ്പർച്യൂണിറ്റി. ഓരോ പ്രശ്നവും നിങ്ങൾക്കുള്ള ഒരു അവസരമാണ്. ഷോ യുവർ കപ്പാസിറ്റി. നിങ്ങളുടെ കഴിവ് പ്രദർശിപ്പിക്കാനുള്ള, കഴിവിനെ കൂട്ടാനുള്ള, നിങ്ങളുടെ മൂർച്ച കൂട്ടാനുള്ള ഒരു അവസരമാണ് നിങ്ങളുടെ മുന്നിലുള്ള ഓരോ പ്രോബ്ലം. അത് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഓരോ പ്രശ്നത്തിനെ ആ രീതിയിൽ നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങളെയും സോൾവ് ചെയ്യാനും അതിനെ മറികടക്കാനും നമുക്ക് ഉന്നത വിജയത്തിലേക്ക് എത്താനും കഴിയും. ബി ഫ്ലെക്സിബിൾ. നമ്മൾ ഓരോ വ്യക്തികളും ഫ്ലെക്സിബിൾ ആവണം. ഇങ്ങനെ പറയാറുണ്ട്, തെങ്ങിനും കവുങ്ങിനും ഒരേ തളപ്പ് പാടില്ല. ഇവിടെ പലപ്പോഴും പല ആളുകളും എല്ലാത്തിനും ഒരേ തളപ്പാണ്. നമ്മൾ ഫ്ലെക്സിബിൾ ആവണം. ഓരോ വ്യക്തിക്ക് അനുസരിച്ച്, നമ്മുടെ മുന്നിൽ വരുന്ന ഓരോ വ്യക്തികളെ അനുസരിച്ച് വേണം നമ്മൾ അവരോട് പെരുമാറണമെന്നും ഇടപെടണം. ബി ഫ്ലെക്സിബിൾ. വളരെ പ്രധാനപ്പെട്ടത്. ഞാൻ ഇങ്ങനെയാണ്. ചില ആളുകൾ പറയാറുണ്ട്, ഞാൻ ഭയങ്കര ദേഷ്യക്കാരനാണ്. അത് ഈ ബിസിനസ്സിൽ യോജിച്ചതല്ല. നമ്മളിവിടെ ഫ്ലെക്സിബിൾ ആയിരിക്കണം. നമ്മൾ ഈ നൂറുകണക്കിന് ആളുകളുടെ ഇടയിലേക്ക് കടന്നു വരുന്ന സമയത്ത് അവരിൽ ഒരാളായിട്ട് അലിയാനും അവർക്ക് റോൾ മോഡൽ ആവാനും നമുക്ക് കഴിയണം ഈ ബിസിനസ്സിൽ. എങ്കിൽ മാത്രമേ അത്യുന്നതമായ വിജയത്തിലേക്ക് നമ്മൾക്ക് ഓരോ വ്യക്തികൾക്കും എത്തിച്ചേരാൻ കഴിയുള്ളൂ. അടുത്തത് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ആണ്, ഡു നോട്ട് ലൂസ് ദ ഫോക്കസ്. നിങ്ങളുടെ ലക്ഷ്യത്തിൽ നിന്ന് ഒരിക്കലും അത് അയച്ചു കൊടുക്കരുത്, ഒരിക്കലും പിന്മാറരുത്. നിങ്ങൾ എന്ത് ഉദ്ദേശത്തിലാണോ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്, ഈ അവസരത്തെ കയ്യിലെടുത്തിരിക്കുന്നത്, ആ ലക്ഷ്യത്തെ മുറുകെ പിടിച്ചുകൊണ്ട് വേണം ഓരോ സെക്കൻഡിലും മുന്നോട്ട് പോകാൻ. നിങ്ങൾക്ക് എത്ര തിരിച്ചടികൾ ഉണ്ടായാലും അപ്പോഴെല്ലാം നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തെ മുറുകെ പിടിച്ച് മുന്നോട്ട് പോകണം. കാരണം ആ ലക്ഷ്യമാണ് ജീവിതത്തിലെ നമ്മളെ മുന്നോട്ട് പോകാൻ സഹായിക്കുന്നത്. കോൺസെൻട്രേറ്റ് യുവർ റിസൾട്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് നമ്മുടെ റിസൾട്ടിലാണ്. നമ്മൾ എന്ത് ചെയ്തു എന്നുള്ളതിനേക്കാൾ, എത്ര തവണ ചെയ്തു എന്നതിനേക്കാൾ നമുക്ക് എന്ത് റിസൾട്ട് കിട്ടി എന്നുള്ളതാണ് പരമപ്രധാനമായിട്ട്. നിങ്ങൾ ഇന്ന് 10 പേരെ കണ്ടു. നമുക്ക് കമ്പനി ഇൻകം തരുന്നത് എത്ര PV നമ്മൾ എത്ര ബിസിനസ് കൊടുത്തു എന്നുള്ള അടിസ്ഥാനത്തിലാണ്. അപ്പൊ റിസൾട്ട് തന്നെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. റിസൾട്ടിന് വേണ്ടി, ആ റിസൾട്ട് ഉണ്ടാവാൻ വേണ്ട കാര്യത്തിലേക്ക് നമ്മൾ നമ്മളെ തന്നെ തിരുത്തണം, മാറ്റണം. ബിലീവ് ഇൻ ടീം വർക്ക്. ഏറ്റവും അടിസ്ഥാനപരമായ കാര്യമാണ്. ഈ ബിസിനസ് ആശയത്തിൽ കടന്നു വരുന്ന ഓരോ വ്യക്തിയിലും ഉരുത്തിരിയേണ്ട, ഉണ്ടാവേണ്ട, അടിയുറക്കേണ്ട ഒരു കാര്യമാണ് ടീം വർക്ക്. അസാധ്യമായത് സാധ്യമാകുന്നത് ടീം വർക്കിലൂടെയാണ്. ലോകത്ത് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ വലിയ വിജയങ്ങളുടെയും പിന്നില് ടീം വർക്കാണ്. ടീം വർക്ക് ഇല്ലെങ്കിൽ ഇവിടെ ഒന്നും സംഭവിക്കില്ല എന്നുള്ളതാണ്. അപ്പൊ നമ്മളും ടീം വർക്കിന്റെ ഭാഗമായിട്ട് മാറണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ബിസിനസ്സില് മികച്ചൊരു ടീമിനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ആത്യന്തികമായ ലക്ഷ്യം. കാരണം നമ്മൾ ആഗ്രഹിക്കുന്ന ലക്ഷ്യങ്ങളെല്ലാം തന്നെ നമ്മൾ ഒറ്റയ്ക്ക് പണിയെടുത്താൽ നേടാവുന്ന കാര്യമല്ല. ഒരു ടീമിന്റെ സഹായത്തോടു കൂടി ഈ ടീമിനെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് മാത്രമേ അത് സാധ്യമാവുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ടീം വർക്കിൽ വിശ്വസിക്കുക. നിങ്ങൾക്കില്ലാത്ത കഴിവ് ടീമിൽ നിന്ന് കിട്ടും, നിങ്ങൾക്കുള്ള കഴിവ് ടീമിലേക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും. അങ്ങനെ വിൻ വിൻ സിറ്റുവേഷനിലൂടെ, പരസ്പരമായിട്ടുള്ള സഹായത്തിലൂടെ വിജയിക്കാൻ കഴിയുന്ന
ഏറ്റവും ലളിതമായ ആശയമാണ് ടീം വർക്ക് എന്ന് പറയുന്നത്. ഈ ടീം വർക്കിനെ മുറുകെ പിടിക്കുക, ടീം എന്ന് പറയുന്ന കൺസെപ്റ്റിലേക്ക് അലിഞ്ഞു ചേരുക എന്നുള്ളതാണ്. മികച്ചൊരു ടീമിനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഓരോരുത്തരെയും ലക്ഷ്യമാക്കി വെക്കേണ്ട ഒരു കാര്യം. ആ ടീം നമുക്ക് ലക്ഷങ്ങളും കോടികളും സമ്പാദിച്ചു തരും. ഇപ്പോ നമ്മുടെ കമ്പനി പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന റീപർച്ചേസ് പ്ലാൻ നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു കട്ട് ഓഫിൽ 63,000, ഒരു ദിവസം 1,26,000, ഒരു മാസം 37,80,000. ഒരു മാസം 37,80,000 വരുമാനത്തിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ തീർച്ചയായിട്ടും നൂറുകണക്കിന് ആളുകളുടെ ഒരു ടീം നമ്മുടെ കൂടെ ഉണ്ടാവണം. നമ്മുടെ മനോജ് സാർ എപ്പോഴും വളരെ ആത്മാഭിമാനത്തോടെ ആത്മവിശ്വാസത്തോടെ പറയാറുണ്ട്, അദ്ദേഹത്തിന്റെ അടുത്ത ഡ്രീം എന്ന് പറയുന്നത് ഈ പറയുന്ന ഒരു മാസത്തെ വരുമാനം 37,80,000 ആ സ്ക്രീൻഷോട്ട് നമ്മളെ ഷോ ചെയ്യിക്കലാണ്. അങ്ങനെ അത് സാധ്യമാണ്. എനിക്കും നിങ്ങൾക്കും അത് സാധ്യമാകണമെന്നുണ്ടെങ്കിൽ നൂറുകണക്കിന് ആളുകൾ ഉൾപ്പെടുന്ന ഒരു ടീമിനെ ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് കഴിയണം എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ ടീം വർക്കിന്റെ ഭാഗമാകണം. ആ ടീമിന്റെ നെടുംതൂണായിട്ട് നമ്മൾ ഓരോരുത്തരും മാറണം എന്നുള്ളതാണ്. യു വർക്ക് സിൻസിയർലി, ഗോഡ് വിൽ ഹെൽപ്പ് നീഡി ടൈം. വളരെ വളരെ അർത്ഥവത്തായ ഒരു വാചകമാണ്. നിങ്ങൾ വളരെ സത്യസന്ധമായി ആത്മാർത്ഥമായിട്ടാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നെങ്കിൽ ആവശ്യമായ സമയത്ത് ദൈവം നിങ്ങളെ സഹായിക്കും. ഞാൻ വിശ്വസിക്കുന്നു, നമ്മൾ വ്യത്യസ്ത ജാതി മതത്തിൽ വിശ്വസിക്കുന്ന ആളുകളാണ്. MLM മൾട്ടി ലെവൽ മാർക്കറ്റിംഗിന് ഒരു ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ഇപ്പോ പല ഈ പറയുന്ന പോലെ വിഷ്ണു, ശിവൻ അങ്ങനെയൊക്കെ പറയുന്ന പോലെ, അല്ലെങ്കിൽ പുണ്യാളൻ, മാതാവ് എന്നൊക്കെ പറയുന്ന പോലെ ഡയറക്ട് സെല്ലിങ്ങിനും മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിനും ഒരു ദൈവമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തികൾ നിങ്ങൾ ഇതിനു വേണ്ടി കാണിക്കുന്ന ആത്മാർത്ഥ, ഇതെല്ലാം ആ ദൈവം കാണുന്നുണ്ട്. അതിന് ആനുപാതികമായിട്ടുള്ള ഒരു റിസൾട്ട് തീർച്ചയായിട്ടും ശരിയായ സമയത്ത് ദൈവം നിങ്ങൾക്ക് തന്നിരിക്കും. അതുകൊണ്ടാണ് പറയുന്നത് കാത്തിരിക്കുക എന്നുള്ളത്. ചില സമയത്ത് നമ്മൾ പ്രവർത്തിക്കുന്നതിനനുസരിച്ചുള്ള റിസൾട്ട് പലപ്പോഴും നമുക്ക് വരണം നിർബന്ധമില്ല. പക്ഷെ ആ സമയങ്ങളിലെല്ലാം ക്ഷമയോടെ കാത്തിരിക്കാനുള്ള മനസ്സ് നമുക്ക് വേണം. ഇട്ടിട്ട് പോലല്ല. ഒരു 3 വർഷം മുതൽ 5 വർഷം വരെ ഇത് ഒരു കോഴ്സായിട്ട് നിങ്ങളിവിടെ ഇതിനെ കാണും, ഒരു കരിയറായിട്ട് ഇതിനെ കണ്ടേ പറ്റും. ഇപ്പൊ സാധാരണ നമ്മൾ 5 കൊല്ലം MBBS പഠിക്കാനായിക്കോട്ടെ, ഇനി LLB പഠിക്കാൻ, അങ്ങനെ പല കോഴ്സുകളും നമ്മൾ പഠിക്കാറുണ്ട്. ആ പഠിക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ നിന്ന് പൈസ ഇറങ്ങുകയും ആ സമയത്ത് ഒരു തിരിച്ചുള്ള ഒരു വരുമാനമോ ഒരു സാധ്യത നമുക്ക് അവിടെ ഇല്ല. അതേസമയം ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്ന ഈ കോഴ്സ് ബയോട്ടോണി എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് അടുത്ത 5 കൊല്ലം കൊണ്ട് പഠിക്കുമ്പോൾ തന്നെ, ഈ കോഴ്സിൽ 5 കൊല്ലം കഴിയുമ്പോൾ കോഴ്സ് കംപ്ലീറ്റ് ആവുക. ഈ കോഴ്സ് പഠിക്കുമ്പോൾ തന്നെ ആദ്യ ആഴ്ച മുതൽ അല്ലെങ്കിൽ ആദ്യ ദിവസം മുതൽ നിങ്ങൾക്ക് വരുമാനം വരാൻ തുടങ്ങുന്നുണ്ടാവും. 5 കൊല്ലം നിങ്ങൾ ഈ ബിസിനസ് കംപ്ലീറ്റ് ചെയ്താൽ എങ്ങനെ തട്ടി തടഞ്ഞാലും 1 കോടി രൂപ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ടാവും. ഈ ബിസിനസ് നിങ്ങൾ ഉണ്ടായാൽ മതി, ഇത് ചെയ്താൽ മതി, ഈ സിസ്റ്റത്തിൽ ഉണ്ടായാൽ മതി. എങ്ങനെ സ്ലോവിൽ ചെയ്താലും 5 കൊല്ലം കൊണ്ട് 1 CR ഈ അക്കൗണ്ട് വരും. ഇതാണ് മറ്റുള്ള പ്രൊഫഷനും ഇത് നമ്മൾ പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം. പഠിക്കുമ്പോൾ തന്നെ, ഈ ബിസിനസ് പഠിക്കുമ്പോൾ തന്നെ നമുക്ക് വരുമാനം കിട്ടുന്നതാണ്. പഠിച്ച് പുറത്തിറങ്ങിയാൽ ഒരു 5 കൊല്ലം കൊണ്ട് മികച്ച ഒരു ടീം, മികച്ച ഉയരങ്ങളിലേക്ക് നിങ്ങൾ എത്തിയിട്ടുണ്ടാവും. പിന്നീട് എല്ലാ മാസവും എല്ലാ ആഴ്ചയിലും ഈ പറഞ്ഞ പോലെ നമ്മുടെ റീപർച്ചേസ് പ്ലാൻ അനുസരിച്ചുള്ള ഈ 37 ലക്ഷം, മാസത്തിൽ നമ്മൾ 19 ലക്ഷത്തോളം രൂപ വരുമാനം, വർഷത്തിൽ 5.5 കോടിയോളം എന്ന് പറയുന്ന ആ സംഖ്യയിലേക്ക് വളരെ വേഗത്തിൽ നമുക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നതാണ്. അബദ്ധമായിട്ടും സത്യസന്ധത ഉണ്ടാവാം. ഒരു പക്ഷെ പലപ്പോഴും നമ്മുടെ ഒരു വാക്കോ ഒരു പ്രവൃത്തിയോ നമ്മൾ അറിയാതെ മറ്റുള്ള ആളുകളെ വേദനിപ്പിച്ചിട്ടുണ്ടാവാം. പക്ഷെ അറിഞ്ഞുകൊണ്ട് നമ്മുടെ ഭാഗത്ത് നിന്ന് അങ്ങനത്തെ ഒരു പ്രവർത്തനം ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ്. നാം സംസാരിക്കുന്ന വാക്കുകൾ, നമ്മൾ ഇടപെടുന്ന രീതി, ഇതെല്ലാം മിതത്വം പാലിക്കാൻ നമ്മുടെ ചുറ്റുമുള്ള ആളുകളും നമ്മളെ പോലുള്ള വ്യക്തികളാണെന്ന് ബോധ്യത്തോടു കൂടി വേണം നമ്മളിവിടെ ഇടപെടാൻ. അത് അത്തരത്തിലുള്ള ഒരു സൗമ്യമായ ഒരു സമീപനം, ദീർഘവീക്ഷണത്തോടെയുള്ള നമ്മുടെ ഇടപെടലുകൾ, ഇതെല്ലാം നിങ്ങളെ വലിയൊരു ഉയരത്തിലേക്ക് ഈ ബിസിനസ്സിൽ എത്തിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ബിലീവ് ഇൻ സൂപ്പർ നാച്ചുറൽ പവർ. അതാണ് ഞാൻ പറഞ്ഞത്. ഈ ഒരു ദൈവത്തിൽ, നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവം പോലെ തന്നെ ഡയറക്ട് സെല്ലിങ്ങിന്റെ ഈ ദൈവത്തിൽ നിങ്ങൾ വിശ്വസിക്കുക. അവരെ നിങ്ങൾ ആവശ്യമുള്ള സമയത്ത് അനുഗ്രഹിക്കുക തന്നെ ചെയ്യും.
ഈ ബിസിനസ്സിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ ലക്ഷ്യങ്ങളെ പൂർത്തീകരിക്കുക എന്നുള്ളതാണ്. ആ ലക്ഷ്യങ്ങൾ ഉള്ളത് കൊണ്ടാണ് നമ്മൾ എല്ലാവരും ഈ ബിസിനസ്സിൽ ഉള്ളത്. നമുക്ക് എല്ലാവർക്കും അറിയാം. ആ ലക്ഷ്യങ്ങൾ ഉള്ളത് കൊണ്ടാണ്, ആ ലക്ഷ്യങ്ങളുടെ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാവരും ഈ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആഗ്രഹങ്ങളുണ്ട് നമുക്ക് എല്ലാവർക്കും. ഇങ്ങനെ പറയാം, ആഗ്രഹങ്ങൾ വ്യാമോഹങ്ങളാണ്. എനിക്ക് ബെൻസ് കിട്ടിയാൽ കൊള്ളാം, ലക്ഷങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഉണ്ടായാൽ കൊള്ളാം, നല്ല വീട് വെച്ചാൽ കൊള്ളാം, കിട്ടിയാൽ കൊള്ളാം എന്നുള്ളതാണ്. അവിടെ അതൊരു ആഗ്രഹം മാത്രം. ആ ആഗ്രഹങ്ങളെ സ്വപ്നങ്ങളാക്കി അതിനെ ലക്ഷ്യങ്ങളാക്കി നമ്മൾ മാറ്റും. കൃത്യമായ ഒരു ഡേറ്റ് ഫിക്സ് ചെയ്യുകയും അതിന് ഒരു പ്രവർത്തന പദ്ധതി, ആക്ഷൻ പ്ലാൻ തയ്യാറാക്കുകയും അതിലേക്ക് നമ്മളെ തന്നെ നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്യുക, സമർപ്പിക്കുകയും ചെയ്യുമ്പോഴാണ് നിങ്ങളുടെ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കുന്നത്. ഇപ്പൊ 2028 അല്ലെങ്കിൽ 2026 ഒരു കൃത്യമായ ഒരു വർഷവും മാസവും ഡേറ്റും നിങ്ങൾ മനസ്സിൽ കുറിച്ചിട്ട് ആ ഡേറ്റിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യത്തെ അല്ലെങ്കിൽ കൊച്ചു കൊച്ചു ഒരുപടി കാര്യങ്ങളെ പൂർത്തീകരിക്കുക എന്നുള്ളതാണ്. കടബാധ്യതകൾ തീർക്കുക, വീട് വെക്കുക, കുട്ടികളെ വിദ്യാഭ്യാസം പൂർത്തിയാക്കുക, വിവാഹം കഴിച്ചയക്കുക, ഇത്തരത്തില് ഒരുപാട് ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട്. സാധാരണ ഒരു ജീവിതത്തിൽ, സാധാരണ ഒരു ജോലിയിൽ 30 കൊല്ലം 40 കൊല്ലം 50 കൊല്ലം നമ്മൾ പണിയെടുത്താൽ ലഭിക്കാത്ത, നടക്കാത്ത ഒരു പിടി കാര്യങ്ങളാണ് നമ്മൾ ഈ ബിസിനസ്സിലൂടെ നേടിയെടുക്കാൻ ഉദ്ദേശിക്കുന്നു, ചെയ്തുകൊണ്ടിരിക്കുന്നു. അവിടെ ഇങ്ങനെ ഈ ബിസിനസ്സിൽ നിങ്ങൾക്ക് വിഷമമില്ലാതെ, അതായത് ഓരോ നോകളും ബുദ്ധിമുട്ടില്ലാതെ ഫീൽ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ലക്ഷ്യം അത്രമാത്രം തീവ്രമായിരിക്കും. നിങ്ങൾക്ക് ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തെ രണ്ട് രീതിയിൽ നിങ്ങൾക്ക് കാണാം. ഒന്ന് ചലഞ്ച് ആയിട്ട് ഏറ്റെടുക്കാം, രണ്ട് പ്രോബ്ലം ആയിട്ട് അത് ഏറ്റെടുക്കാം. ചലഞ്ചസ് ആയിട്ടാണ് അതിനെ കാണുന്നതെങ്കിൽ, അതായത് വെല്ലുവിളിയായിട്ടാണ് നിങ്ങൾ അത് ഏറ്റെടുക്കുന്നതെങ്കിൽ, അതായത് നിങ്ങൾക്ക് 2 ലക്ഷം രൂപ കടമുണ്ട്. ആ 2 ലക്ഷം രൂപ കടം ഈ ഡിസംബർ അല്ലെങ്കിൽ ഈ പറയുന്ന 2-3 മാസത്തിനുള്ളിൽ വീട്ടണം എന്നുള്ള തീവ്രമായിട്ടുള്ള ഒരു ആഗ്രഹം. അതിന് കൃത്യമായ ഡേറ്റ് നമ്മൾ ഫിക്സ് ചെയ്തു. അതിന് വേണ്ട ഒരു പ്രവർത്തന പദ്ധതി, അതായത് അതിനുവേണ്ടി നമ്മൾ ഈ ബയോട്ടോറിയത്തെ ഏറ്റെടുക്കുകയാണ്. എന്തിനു വേണ്ടി? നമ്മുടെ ജീവിതത്തിലെ പരമമായ ലക്ഷ്യത്തെ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി. അപ്പോൾ അത് വെല്ലുവിളിയാണ്. നമ്മൾ അത് ചെയ്തേ തീരൂ. അങ്ങനെ ഒരു വെല്ലുവിളി നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവുന്ന സമയത്ത് അവിടെ അതിനോടൊരു മോട്ടിവേഷൻ ഉണ്ടാവും, ഒരു ആവേശം ഉണ്ടാവും. എങ്ങനെയാണ്? ഇപ്പൊ നിങ്ങളെ കുത്തുവാക്കുകൾ പറഞ്ഞ് മാറ്റി നിർത്തിയ ആളുകള്, നിങ്ങളെ കൊണ്ട് കഴിയില്ല എന്ന് പറഞ്ഞ ആളുകള്, നിങ്ങളെ കൊണ്ട് ഒരിക്കലും ഇതിന് നീ യോജിച്ച വ്യക്തിയല്ല, നിനക്ക് വേറെ പണിയില്ലേ എന്ന് ചോദിച്ച് കളിയാക്കിയ ആളുകൾ നിങ്ങളുടെ മുന്നിലുണ്ടാവും. അവരുടെ മുമ്പില് നിങ്ങളുടെ ഈ കാര്യങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ട് അവരുടെ മുന്നിൽ കൂടെ നടന്നു നീങ്ങുന്ന, അവരുടെ മുന്നിൽ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന രംഗം നിങ്ങളെ ആവേശഭരിതനാക്കും. നിങ്ങളുടെ രോപകൂപങ്ങൾ എണീറ്റ് നിൽക്കും. നിങ്ങളൊന്ന് മനസ്സിലൊരു കാര്യം ചിന്തിച്ചു നോക്കൂ. ഇന്ന കാര്യം കംപ്ലീറ്റ് ചെയ്ത് ഇന്ന വ്യക്തിയുടെ മുന്നിൽ ഞാൻ ചെല്ലുകയാണ്. ആ രംഗത്തെ കുറിച്ച് ആലോചിച്ച് നോക്കൂ. 6 മാസം 1 കൊല്ലത്തിനപ്പുറം നിങ്ങൾ നേടാൻ ആഗ്രഹിക്കുന്ന, നിങ്ങളെ കൊണ്ട് സാധ്യമല്ല എന്ന് പറഞ്ഞൊരു കാര്യത്തെ 100% പൂർത്തീകരിച്ചുകൊണ്ട് അവിടെ ചെന്ന് നിൽക്കുന്ന രംഗം. ഉദാഹരണം, ബാങ്കില് ഒരു ലോൺ ഉണ്ട്, സൊസൈറ്റി ആണെന്ന് വിചാരിച്ചോളൂ. ഒരു ലക്ഷത്തിന്റെ ലോൺ ഉണ്ട്. അവര് ഡേറ്റ് തന്നു, 5 കൊല്ലം മുമ്പ് എടുത്തതാണ്. നിരവധി നോട്ടീസുകൾ അയച്ചു, നമ്മളെ കൊണ്ട് കഴിഞ്ഞില്ല. നിരവധി തവണ അവർ വീട്ടിൽ വന്നു. എന്നിട്ട് അവസാനത്തെ ഒരു ഡേറ്റ് തന്നേക്കാണ്, 90 ദിവസത്തിനുള്ളില് നിങ്ങൾ ലോൺ അടച്ചിട്ടില്ലെങ്കിൽ നിങ്ങളുടെ വീട് ജപ്തി ചെയ്യും. ഈ 90 ദിവസം എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. വീട്ടുകാരുടെ മുമ്പില്, ബാങ്കുകാരുടെ മുമ്പില്, നാട്ടുകാരുടെ മുമ്പിലേക്ക് നാണം കെട്ട് നമ്മൾ നിൽക്കുകയാണ്. അപ്പോഴാണ് നമ്മൾ ഈ ബയോട്ടോറിയം ഏറ്റെടുക്കുന്നത്. അതിശക്തമായി, അതിതീവ്രമായി നമ്മൾ തീരുമാനിക്കുകയാണ്, ഈ 90 ദിവസത്തിനുള്ളിൽ ഞാൻ ഇത് കംപ്ലീറ്റ് ചെയ്ത് ലോൺ അടച്ചുകൊണ്ട് ഈ പ്രശ്നം സോൾവ് ചെയ്യും. നിങ്ങൾ ഈ രംഗം ചിന്തിച്ചാൽ മതി. ആ 90 ദിവസത്തിനുള്ളിൽ ഈ പറയുന്ന മുഴുവൻ സംഖ്യയും ബാങ്കിലേക്ക് തിരിച്ചടച്ചുകൊണ്ട് ആ ലോൺ ക്ലോസ് ചെയ്തിട്ട് ആ പേപ്പർ ഒപ്പിട്ട് വാങ്ങാൻ ആ കോപ്പറേറ്റീവ് ബാങ്കിലെ മാനേജറുടെ മുമ്പില് ചെന്ന് നിൽക്കുന്ന, അവിടെ നിൽക്കല്ല നിങ്ങൾ ചെയ്യുക, ധൈര്യപൂർവ്വം ആ സീറ്റ് വലിച്ചിട്ട് അഭിമാനത്തോടെ സീറ്റിൽ അമർന്നിരിക്കും. ലോൺ എടുക്കാൻ ചെന്ന സമയത്ത് നമ്മൾ കുനിഞ്ഞു നിൽക്കും. ലോൺ ക്ലോസ് ചെയ്തിട്ട് നമ്മൾ നിൽക്കുന്ന സമയത്ത് സീറ്റ് വലിച്ചിട്ട് നമുക്ക് ഇരിക്കും. ആ രംഗം മാത്രം ആലോചിച്ചാൽ മതി. ആ ലോൺ ക്ലിയർ ചെയ്ത സ്ലിപ്പുമായിട്ട് വീട്ടിലേക്ക് വരുമ്പോ വീട്ടുകാരുടെ മുമ്പിൽ അഭിമാനത്തോടെ നടന്നു വരുന്ന രംഗം നിങ്ങൾ ആലോചിച്ചാൽ മതി. നിങ്ങളെ കളിയാക്കിയ ആളുകളുടെ മുന്നിൽ ഇത്തരത്തിലുള്ള ഏത് കാര്യമായിക്കോട്ടെ, അത് സംഭവിച്ചാൽ ഉണ്ടാവുന്ന
ആ സാഹചര്യത്തെ നിങ്ങളൊന്ന് വിലയിരുത്തിയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവിടെ ഒരു ആവേശം ഉണ്ടാവും. ഇപ്പൊ ചില ആളുകളുടെ ഉള്ളിലെങ്കിലും ഒരു ആവേശം ഉണ്ടായിട്ടുണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ ശരീരത്തിൽ രോമകൂപങ്ങൾ ഏറ്റെടുക്കും. നിങ്ങൾ തീവ്രമായി ആഗ്രഹിക്കുന്ന ഒരു കാര്യം സംഭവിച്ചതിന് ശേഷം ചുറ്റുപാടുകൊണ്ട് ആ സാഹചര്യത്തിൽ ഉണ്ടാവുന്ന ആ വ്യത്യാസത്തെ മാത്രം ആലോചിച്ചാൽ മതി. അവിടെ ആ മോട്ടിവേഷൻ ഉണ്ടാവും. ഇങ്ങനെ ഒരു മോട്ടിവേഷൻ നിങ്ങൾക്ക് ഉണ്ടായാൽ, നിങ്ങൾക്ക് ചെയ്തു തീർക്കേണ്ട കാര്യത്തെ കുറിച്ചുള്ള കൃത്യമായ ഒരു മോട്ടിവേഷൻ നിങ്ങൾക്ക് ഉണ്ടായാൽ അതുമായി ബന്ധപ്പെട്ട ഒരു പ്ലാനിങ് നിങ്ങളുടെ മനസ്സിൽ വരും. കൃത്യമായ ഒരു പ്ലാനിങ് നിങ്ങളുടെ മനസ്സിൽ വരും. നിങ്ങൾ നിങ്ങളെ തന്നെ അതിലേക്ക് സമർപ്പിക്കും. അതാണ് ഡെഡിക്കേഷൻ എന്ന് പറയുന്നത്. അവിടെ നോകൾക്ക് പ്രസക്തിയില്ല, സമയത്തിന് പ്രസക്തിയില്ല, ഉറക്കം ഒരു പ്രശ്നമല്ല, വിശപ്പ് നമ്മുടെ ഒരു പ്രശ്നമല്ല, പെട്രോൾ അടിക്കാൻ കാശുണ്ടോ പ്രശ്നമല്ല, ഇതൊന്നും നമുക്ക് പ്രശ്നമല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ലക്ഷ്യത്തിലേക്ക് എത്തുക എന്നുള്ളത് മാത്രമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സിനിമ ടിക്കറ്റ് എടുക്കാൻ, ആദ്യ ഷോയ്ക്ക് നമ്മുടെ ഇഷ്ടപ്പെട്ട നായകന്റെ ടിക്കറ്റ് എടുക്കാൻ ക്യൂവില് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇടികൊള്ളുന്നു, ചവിട്ട് കിട്ടുന്നു, നോ പ്രോബ്ലം. നമ്മൾ ആ ക്യൂവിൽ നിന്ന് മാറാതെ വീണ്ടും മുന്നോട്ട് കുതിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? ടിക്കറ്റ് എടുക്കാൻ വേണ്ടി. നമ്മുടെ ലക്ഷ്യമാണ് ആ ടിക്കറ്റ് എടുത്ത് ആദ്യ ഷോ കാണുക എന്ന് പറഞ്ഞ പോലെ നമ്മളുടെ സാമ്പത്തിക പ്രശ്നത്തെ ആ ലോൺ അടച്ചു തീർക്കുക എന്നുള്ളത് നമ്മുടെ ലക്ഷ്യമാണ്. അതിലേക്ക് പോകുന്ന സമയത്ത് ഒരുപാട് നോവുകളെ നമ്മൾ ഫേസ് ചെയ്യും, ഒരുപാട് പ്രശ്നങ്ങളെ അതിജീവിക്കും. പൈസ ഇല്ലാത്ത സമയം ഉണ്ടാവാം, നമ്മൾ ഉറക്കം നഷ്ടപ്പെട്ട സമയം ഉണ്ടാവാം, വിശപ്പോടെ ഭക്ഷണം കഴിക്കാതിരുന്ന സമയമുണ്ട്. ഇതൊക്കെ സംഭവിക്കാം. എത്ര പെയിൻ ഉണ്ടായാലും ലക്ഷ്യം തീവ്രമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അവിടെ എത്തിച്ചേരുക തന്നെ ചെയ്യും. അതിനുവേണ്ടി നിങ്ങളെ തന്നെ ഒരുക്കിയിരിക്കും. കൃത്യമായ ഒരു പ്ലാനിങ് ഉണ്ടാവും. പ്ലാനിങ് കൃത്യമായിട്ട് ഉണ്ടായാൽ അവിടെ പ്രവർത്തനം ഉണ്ടാവും, ആക്ഷൻ ഉണ്ടാവും. നിരന്തരമായ ആക്ഷൻ ഉണ്ടായാൽ കൃത്യമായി നമുക്ക് പറയാൻ പറ്റും അവിടെ സക്സസ് ഉറപ്പാണ്. അപ്പോ ചലഞ്ചായി കാണാൻ പറ്റണം, അതിലൊരു മോട്ടിവേഷൻ ഉണ്ടാവണം. അത് നിങ്ങൾക്ക് കൃത്യമായി പ്ലാനിങ് ഉണ്ടാക്കി തരും. ആ പ്ലാനിങ് കൃത്യമായ ആക്ഷനിലേക്ക് നയിക്കും. പ്രവർത്തനമാണ് വിജയത്തിന്റെ ആധാരം. ആ ആക്ഷൻ കൃത്യമായ സക്സസിലേക്ക് നിങ്ങളെ നയിക്കുന്നുള്ളതാണ്. ഇതല്ല, നിങ്ങൾ പ്രോബ്ലം ആയിട്ടാണ് ഇതിനെ കാണുന്നതെങ്കിൽ അതൊരു പ്രശ്നമായിട്ടാണ് കാണുന്നത്. രജനികാന്തിന്റെ പ്രശസ്തമായ പടയപ്പിലെ ആ ഗാനം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഓരോ സ്റ്റെപ്പുകളും എന്താ പറയുന്നത്, ആ സ്റ്റെപ്പുകള് നമുക്ക് നടന്നു കയറാനുള്ളതാണ്. തടക്കല്ലപ്പ, അത് പഠിക്കല്ലാണ്. അതായത് നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്കുള്ള മാർഗമാണ് ഓരോ തടസ്സങ്ങളും. നിങ്ങളുടെ മുന്നിൽ വരുന്ന ഓരോ തടസ്സങ്ങളെയും പടിക്കല്ലുകളായിട്ട് കാണാൻ നമുക്ക് പറ്റണം, തടക്കല്ലല്ല. അടുത്ത സ്റ്റെപ്പിലേക്ക് ചാടിക്കയറാനുള്ളതാണ് ഓരോ തടസ്സങ്ങളും. ആ രീതിയിൽ ഓരോ പ്രശ്നത്തിനെയും കാണാം. ഓരോ പ്രശ്നങ്ങളെ കീറി മുറിച്ചാൽ പ്രശ്നമല്ലാതായി തീരും. ഓരോ പ്രശ്നത്തെയും നമ്മൾ കീറി മുറിക്കണം. അവിടെ ഇത് ഒരു പ്രശ്നമായി കണ്ടാൽ അവിടെ പ്രഷർ ക്രിയേറ്റ് ചെയ്യും, ക്രൈസിസ് ബിൽഡ് ചെയ്യും. അതൊരു വലിയൊരു പ്രശ്നമായിട്ട് മാറി. നോ പ്ലാനിങ്, നോ ആക്ഷൻ. പ്ലാനിങ് ഉണ്ടാവില്ല, ആക്ഷൻ ഉണ്ടാവില്ല. സ്വാഭാവികമായിട്ടും സക്സസിന് പകരം ഫെയിലിയർ ആയിരിക്കും. നിങ്ങളൊരു പരാജയമായിട്ട് മാറും, ദുരന്തമായിട്ട് മാറും. നിങ്ങളുടെ വീട്ടുകാരുടെ മുമ്പിൽ, നാട്ടുകാരുടെ മുമ്പിൽ, നിങ്ങളുടെ ഉള്ളിൽ തന്നെ നിങ്ങളൊരു ദുരന്തമായിട്ട് മാറും. അതിനൊരു സാഹചര്യം ഒരിക്കലും നമ്മൾ ഒരുക്കരുത്. അവിടെ നമ്മൾ ആഗ്രഹിക്കുന്ന, നമ്മൾ ലക്ഷ്യം കാണുന്ന കാര്യത്തിനെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്യാൻ നമുക്ക് എപ്പോഴും കഴിയണം എന്നുള്ളതാണ്. ഒരിക്കലും വീഴാതിരിക്കലല്ല ഒരാളുടെ ഏറ്റവും മികച്ച നേട്ടം എന്ന് പറയുന്നത്. ഒരിക്കലും വീഴാതിരിക്കലല്ല ഒരാളുടെ ഏറ്റവും മികച്ച നേട്ടം, മറിച്ച് വീഴുമ്പോഴൊക്കെ വീണ്ടും എണീറ്റ് നിൽക്കാൻ കഴിയുന്നതാണ്. നമ്മളെല്ലാം വീണവരാ, ജയിച്ചവരെല്ലാം വീണവരാ. അവർ വീണെടുത്ത് നിന്ന് വീണ്ടും എണീറ്റ് നിന്നു എന്നുള്ളതാണ്. നമ്മൾ പലപ്പോഴും വിജയിച്ചവരും തോൽവി സംഭവിച്ചവരും നമ്മൾ ആകെയുള്ള വ്യത്യാസം, എല്ലാവരും ഒരു ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന സമയത്ത് വീഴുന്നുണ്ട്, തളരുന്നുണ്ട്. പക്ഷെ അവരെല്ലാവരും, വിജയിച്ചവര് ആ തളർച്ചയിൽ നിന്ന് വീണ്ടും ഉയർത്തെഴുന്നേൽക്കുന്നു. പരാജയം സംഭവിച്ചവർ ആ തളർച്ചയിൽ വീണു പോകുന്നു എന്നുള്ളതാണ്. പിന്നെ ഒരിക്കലും അവർക്ക് എണീക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ ഓരോരുത്തരും ഓരോ വീഴ്ചയിലും വീണ്ടും ഉണർന്നെഴുന്നേൽക്കാൻ, വീണെടുത്തുനിന്ന് നിങ്ങൾ നടന്നു പോണ സമയത്ത് ഒന്ന് ഉരുണ്ട് വരണ്ട് വീണു, ചുറ്റുള്ള ആളുകൾ നമ്മളെ പരിഹാസത്തോടെ നോക്കി. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? വീണെടുത്തുനിന്ന് എണീക്കുമ്പോ ഒരു കല്ലെടുക്കുക, എന്നിട്ട് അത് സൂക്ഷിച്ചു നോക്കുക. അപ്പൊ ഈ പരിഹസിച്ച ആളുകളുടെ മുഖത്ത് ചിരിമായും, വീണെടുത്തു നിന്ന് അവൻ എന്തോ കിട്ടി എന്നൊരു ഫീലാണ് അവർക്ക് വരിക, ആ വ്യക്തികൾക്ക് വരിക. ആ വീണപ്പോ അവന് എന്തോ കിട്ടി, അവരുടെ പരിഹാസം ഒരു അത്ഭുതമായിട്ടാ മാറും, പരിഹാസ ചിരി മാറും. അത് വീണ പോലെ, അത് വീണത് പോലും നമ്മൾ നേട്ടമാക്കി മാറ്റാൻ നമുക്ക് കഴിയണം. എങ്കിലാണ് യഥാർത്ഥ വിജയത്തെ നമുക്ക് എത്തിപ്പിടിക്കാൻ കഴിയുള്ളൂ. ഇങ്ങനെ ഒരു പഴമൊഴി ഉണ്ടല്ലോ, വീണിടം വിഷ്ണുലോകം. നമ്മൾ എവിടെ തോറ്റുപോയാൽ ആ തോൽവിയെ വിജയമാക്കി മാറ്റാൻ നമുക്ക് കഴിയും. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, വിധി ഒരു വാതിലടയ്ക്കുമ്പോ
വിശ്വാസം മറ്റൊരു വാതിൽ തുറക്കും. വിധി ഒരു വാതിലടക്കിയപ്പോൾ നിങ്ങളുടെ വിശ്വാസം മറ്റൊരു വാതിൽ തുറന്നു വരും. മറ്റൊരു വലിയ വിജയത്തിനായിട്ടുള്ള ഒരു വാതിൽ നമുക്ക് തുറന്നു വരും. ഒരു കാര്യം നിങ്ങൾ തിരിച്ചറിയുക, ബ്രേക്ക് ഇട്ടുകൊണ്ട് ഇപ്പൊ നമ്മുടെ കൂട്ടത്തിലുള്ള നമ്മളാകുന്ന ഓരോരുത്തരും ചെയ്തുകൊണ്ടിരിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇവിടെ സൂചിപ്പിക്കുന്നത്. ടൈം ഓക്കെ 7 അടുക്കുന്നു. ബ്രേക്ക് ഇട്ടുകൊണ്ട് കാർ ഓടിക്കരുത്. ഹലോ, ബ്രേക്ക് ഇട്ടുകൊണ്ട് കാർ ഓടിക്കരുത്. ഹലോ, ഇതിന്റെ അർത്ഥം നമ്മൾ കാർ ഓടിക്കുന്ന സമയത്ത് ഹാൻഡ് ബ്രേക്ക് ഇട്ടാൽ കാർ ഓടിക്കുന്ന ആളുകൾക്ക് അറിയാം എന്തെല്ലാം പ്രശ്നം ഉണ്ടെന്ന്. ഒന്ന്, വണ്ടിയുടെ വേഗത കുറയും. 2, ടയർ തേയ്മാനം, ഇന്ധന നഷ്ടം, എഞ്ചിൻ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ. ഈ ബ്രേക്ക് റിലീസ് ചെയ്താലോ വളരെ സ്മൂത്ത് ആയിട്ട് വണ്ടി കൊണ്ടുപോകാൻ പറ്റും. ഇപ്പോ നമ്മളിൽ ചിലരെങ്കിലും നമ്മുടെ കൂട്ടത്തിലുള്ള ചിലരെങ്കിലും ബ്രേക്ക് ഇട്ടുകൊണ്ടാണ് ഈ ബയോട്ടോറിയത്തിനെ ഒന്ന് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ആ ബ്രേക്ക് ഒന്ന് നിങ്ങൾ ഹാൻഡ് ബ്രേക്ക് ഒന്ന് റിലീസ് ചെയ്യണം. ഈ ആഴ്ച ഞാൻ മീറ്റിങ്ങിന് പോയി. അടുത്ത ആഴ്ച മീറ്റിങ്ങിന് പോകേണ്ട കാര്യമുണ്ടോ ചിന്തിക്കുന്നതാ. ഒരു ബ്രേക്ക് ഇട്ടു, എല്ലാ ആഴ്ചയും പോകേണ്ട കാര്യമൊന്നുമില്ല. ചില ആളുകൾ ചിന്തിക്കുന്ന കാര്യമാണ്. അവിടെ ഒരു ബ്രേക്ക് ഇട്ടു, ഒരു ട്രെയിനിങ് അറ്റൻഡ് ചെയ്തു, ഇനി അടുത്ത ട്രെയിനിങ് അവിടെയും ബ്രേക്ക് ഇട്ടു. കഴിഞ്ഞ പ്രാവശ്യം കാശ് കൊടുത്ത് ട്രെയിനിങ് അറ്റൻഡ് ചെയ്തതല്ലേ, ഇനി എന്തിനാ രണ്ടാമത്? അവിടെയും നമ്മൾ ബ്രേക്ക് ഇട്ടു. ഇനിയിപ്പോ 2, 3, 4 ആളെ കാണാനായിട്ട് നമ്മൾ ഇറങ്ങി. 2 ആളെ കണ്ട് 3 ആളെ കണ്ടപ്പോ ഇന്ന് ഇത് മതി, അപ്പോഴും നമ്മൾ ബ്രേക്ക് ഇട്ടു. ചില ആളുകളുണ്ട് ഡൗൺലൈൻസ് മീറ്റിംഗ് സെന്ററിലേക്ക് പോയിട്ടുണ്ടാവും. അപ്പൊ അവര് അവിടെ ഇടുന്ന ബ്രേക്കാ, അവര് പോയിട്ടല്ലോ, പിന്നെ ഞാൻ പോണ്ട കാര്യമില്ല. ഇങ്ങനെ ഒരുപാട് ബ്രേക്കുകൾ നമ്മൾ ഇട്ടുകൊണ്ടാണ്, ഹാൻഡ് ബ്രേക്ക് ഇട്ടുകൊണ്ടാണ് നമ്മുടെ വണ്ടിയിൽ നിന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഹാൻഡ് ബ്രേക്കുകൾ നിങ്ങൾ റിലീസ് ചെയ്താൽ തീർച്ചയായിട്ടും അത്യുന്നതമായ വിജയത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റും. അപ്പൊ നമ്മുടെ കഴിവിനെ, നമ്മുടെ ആ ടീം സ്പിരിറ്റിനെ, ടീം വർക്കിനെ 100% നമുക്ക് പുറത്തേക്ക് കൊണ്ടുവരാൻ കഴിയുന്നതാണ്. ഒരു കാര്യം നിങ്ങൾ തിരിച്ചറിയുക, പലപ്പോഴും നിസ്സാര കാര്യങ്ങളാണ് നമ്മെ പൂർണ്ണതയിൽ എത്തിക്കുന്നത്. എന്നാൽ പൂർണ്ണത എന്നുള്ളത്, പരിപൂർണത എന്നുള്ളത് നിസ്സാര കാര്യമല്ല. അത് ഞാൻ പറഞ്ഞ വാചകമല്ല, മൈക്ക് ആഞ്ചലോ പറഞ്ഞുള്ള വാചകമാണ്. നിസ്സാര കാര്യങ്ങളാണ് നമ്മളെ ഈ ബിസിനസ്സിലെ പൂർണ്ണതയിലേക്ക് എത്തിക്കുന്നത്, വിജയത്തിലേക്ക് എത്തിക്കുന്നത്. എന്നാൽ പരിപൂർണത, പൂർണ്ണത എന്ന് പറയുന്നത് നിസ്സാര കാര്യം. കണ്ടിന്യൂസ് ആയിട്ട് പ്രോഗ്രാമുകൾ അറ്റൻഡ് ചെയ്യും, ഡെയിലി വർക്കിന് ഇറങ്ങുക, പ്രവർത്തനത്തിന് ഇറങ്ങുക, ഡെയിലി ടീമുകളുമായി കമ്മ്യൂണിക്കേഷൻ നടത്തുക, എല്ലാ ദിവസവും ബിസിനസ് ക്ലോസ് ചെയ്യാൻ ശ്രമിക്കുക, എല്ലാ ദിവസവും വരുമാനം ഉണ്ടാക്കാൻ ശ്രമിക്കുക. ഇതൊക്കെയും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിലെ ആദ്യത്തെ കാര്യങ്ങൾ. എല്ലാ ആഴ്ചയിലും അല്ലെങ്കിൽ കമ്പനി നടത്തുന്ന എല്ലാ പ്രോഗ്രാമും, അതുപോലെ ഈ കാലത്തുള്ള മോർണിംഗ് മീറ്റ് നിസ്സാര കാര്യമാണ്. അത് അറ്റൻഡ് ചെയ്യാതെ പ്രത്യേകിച്ച് ചെലവുള്ള കാര്യമില്ല. പക്ഷെ പലപ്പോഴും പല ആളുകളും അത് ചെയ്യാറില്ല. ഞാൻ നേരത്തെ പോലെ കിടക്കയിൽ കിടക്കുന്ന സമയത്ത് അന്നത്തെ ഇന്ന് വേണ്ട നാളെ ബ്രേക്ക് കിട്ടും. ഇത് ഈ ഒരു കാര്യം, നിസ്സാര കാര്യത്തെ നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ, നിങ്ങൾ കയറിയാൽ മാത്രമേ നിങ്ങളുടെ ടീമംഗങ്ങൾ ഡൗൺലൈൻസ് കയറുള്ളൂ. അവര് കയറുമ്പോഴാണ് നിങ്ങൾക്കും അവർക്കും ഒരുപോലെ ഇതിൽ നിന്ന് അറിവുകൾ കിട്ടുന്നത്. ആ അറിവാണ്, നമ്മുടെ നോളജാണ് പിന്നീട് നമ്മളുടെ കഴിവായിട്ട് മാറുന്നത് എക്സ്പീരിയൻസിലൂടെ. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ ഒരിക്കലും ഒരു കാര്യത്തെ ഈ ബിസിനസ്സിൽ നിസ്സാരമായിട്ട് കാണരുത്. വളരെ ഇമ്പോർട്ടന്റ് ഉള്ള കാര്യങ്ങളായി കണ്ടുകൊണ്ട് തന്നെ അത് ഏറ്റെടുക്കാൻ നമ്മൾ തയ്യാറാവണം. നമ്മൾ കാന്തമാകണം, മരക്കഷ്ണമാകരുത്. നമ്മൾ കാന്തമാകണം. നമ്മൾ മാഗ്നറ്റിക് തെറാപ്പി പ്രൊമോട്ട് ചെയ്യുന്ന ആളുകളാണ്. മാഗ്നറ്റിന് മാത്രമേ, കാന്തത്തിന് മാത്രമേ പച്ചരി ഇരുമ്പിനെ ആകർഷിക്കാൻ കഴിയൂ. ഒരിക്കലും ഒരു മരക്കഷ്ണത്തിന് കഴിയില്ല. നിങ്ങളാകുന്ന വ്യക്തികൾ ഒരു കാന്തമായിട്ട്, ഓരോ പവർഫുൾ ആയിട്ടുള്ള ഒരു കാന്തമായിട്ട് ഇവിടെ മാറണം എന്നുള്ളതാണ്. ഓരോ നിയോഡൈവമായിട്ട് നമ്മൾ മാറണം, പവർഫുൾ ആയ കാന്തങ്ങളായി മാറണം. ഒരിക്കലും മരക്കഷ്ണങ്ങളായിട്ട് മാറരുത്. ഈ ബിസിനസ്സില് നമ്മൾ പറയും മാനേജ്മെന്റ് ആണ് ഈ ബിസിനസ് എന്ന് പറയും. മനുഷ്യനെ കൈകാര്യം ചെയ്യുന്നതാണ് ഈ ബിസിനസ്. മാനേജ്മെന്റ്, ആ മാനേജ്മെന്റിലെ MANAGEMENT ഇതാണ് സ്പെല്ലിംഗ്. അതിലെ ടി എടുത്ത് മാറ്റി കഴിഞ്ഞാൽ മാനേജ്മെന്റ് എന്നാണ്. കൂടുതൽ ആളുകളെ മാനേജ് ചെയ്യുന്നതാണ് ഈ ബിസിനസ്സിലെ വിജയം. ആ മാനേജ്മെന്റിലെ N എടുത്തു കളഞ്ഞാൽ നോക്കൂ, മാനേജ് മീന്നായി. സത്യത്തിൽ നിങ്ങൾക്ക് നിങ്ങളെ മാനേജ് ചെയ്യാൻ കഴിഞ്ഞാൽ എത്ര ആളുകളെ വേണമെങ്കിലും നിങ്ങൾക്ക് എത്തിക്കാൻ കഴിയുന്നതാണ്. മാനേജ് മീ, അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങളുടെ വികാരങ്ങളെ, നിങ്ങളുടെ ദേഷ്യത്തെ, നിങ്ങളുടെ ആ അച്ചടക്കത്തെ, നിങ്ങളുടെ സ്കില്ലുകളെ എല്ലാത്തിനും കൃത്യമായിട്ട് മാനേജ് ചെയ്യാം. ഇല്ലാത്ത കാര്യങ്ങൾ, ഇപ്പൊ നിങ്ങൾക്ക് ഏത് കാര്യമാണോ കുറവ് തോന്നുന്നത് അതിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാം.
നിങ്ങളുടെ വീക്ക്നെസ്സിനെ സ്ട്രെങ്ത് ആക്കി മാറ്റുക. നമുക്ക് എല്ലാവർക്കും ഉണ്ട് സ്ട്രെങ്ത്തും വീക്ക്നെസ്സും ഉണ്ട്. അത് കൃത്യമായിട്ട് തിരിച്ചറിയാം. എന്താണ് നമ്മുടെ സ്ട്രെങ്ത്, എന്താണ് എന്റെ വീക്ക്നെസ്, എന്താണ്. നിങ്ങളുടെ വീക്ക്നെസ്സിൽ 1% പുരോഗതി ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ ബിസിനസ്സിൽ അത് വലിയ മാറ്റം ഉണ്ടാകും. നിങ്ങളുടെ കുറഞ്ഞ ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ വിലയിരുത്തുന്ന കാര്യത്തിൽ വീക്ക്നെസ് ഡിസിപ്ലിൻ ആണെങ്കിൽ, ഹാർഡ് വർക്ക് ആണെങ്കിൽ, പബ്ലിക് സ്പീക്കിംഗ് ആണെങ്കിൽ, ഇനി നമ്മുടെ വർക്കുമായി ബന്ധപ്പെട്ട് തന്നെ ഫോളോ അപ്പ് ആണ് പേടിയെങ്കിൽ, പ്ലാൻ പറയാനാണെങ്കിൽ, ഇങ്ങനെ ഏത് കാര്യമാണെങ്കിലും ആ കാര്യത്തിൽ നിങ്ങൾ നിങ്ങളുടെ വീക്ക്നെസ്സിനെ സ്ട്രെങ്തൻ ചെയ്യുക. ഒരു കാര്യം തിരിച്ചറിയുക, ഒരു മാലയുടെ ഉറപ്പ് എന്ന് പറയും, ചെയ്യേണ്ട ഉറപ്പ് എന്ന് പറയുന്നത് ഏറ്റവും ബലമുള്ള കടിയുടെ അല്ല. ഒരു ടീമിന്റെ പവർ എന്ന് പറയുന്നത് ഏറ്റവും ശക്തനായ ഒരു വ്യക്തിയുടെ അല്ല, മറിച്ച് ഒരു ചെയ്യിന്റെ ബലം എന്ന് പറയുന്നത് ഏറ്റവും വീക്കായ കണ്ണിയുടെ, ഒരു മാലയിലെ ഏറ്റവും വീക്കായ കണ്ണിയുടെ ബലമാണ് ആ ചെയ്യിന്റെ ബലം. വലിക്കുമ്പോൾ പൊട്ടുന്നത് ആ വീക്കായ കണ്ണിയാണ്. അപ്പൊ ഒരു ടീം ശക്തമാകണമെങ്കിൽ, അതുപോലെ നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തി ശക്തനാവണമെങ്കിൽ നിങ്ങളുടെ വീക്ക്നെസ്സിനെ സ്ട്രെങ്തൻ ചെയ്യണം എന്നുള്ളതാണ്. എവിടെയാണോ നിങ്ങൾക്ക് കുറവ് ഫീൽ ചെയ്യുന്നത് അത് സ്ട്രെങ്തൻ ചെയ്യുക. നിങ്ങളുടെ അപ്ലൈനോട് ധൈര്യപൂർവ്വം ചോദിക്കുക. നിങ്ങൾക്ക് ബിസിനസ്സിൽ നിങ്ങളെ മെന്റർ ചെയ്യുന്ന ഒരു വ്യക്തി ഉണ്ടാവും, നിങ്ങളുടെ നന്മ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ഉണ്ടാവും. ആ അപ്ലൈനോട് ധൈര്യമായി ചോദിക്കുക, സാറേ ഞാൻ എവിടെയൊക്കെയാണ് സ്ട്രെങ്തൻ ചെയ്യേണ്ടത്, എന്റെ കുഴപ്പം എന്തൊക്കെയാണ്. പലപ്പോഴും മറ്റുള്ള ആളുകളുടെ കുഴപ്പം കാണാനാണ് നമുക്ക് ഇഷ്ടം. നമ്മളെ ഉള്ളിലേക്ക് ടോർച്ചടിക്കാനും നമ്മുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് അറിയാനും പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കാറില്ല എന്നുള്ളതാണ്. നമ്മൾ തിരയാറില്ല, എനിക്ക് എന്താണ് കുഴപ്പം, ഞാൻ എവിടെയാണ് മാറേണ്ടത്. നിങ്ങളോട് ചോദിച്ചു നോക്കൂ, സ്വയം ഉള്ളിലേക്ക് ഒന്ന് ടോർച്ചടിച്ച് നോക്കൂ. എന്നിട്ട് നിങ്ങളുടെ അപ്ലൈനോട് ചോദിക്കുക, എവിടെയൊക്കെയാണ് ഞാൻ മാറ്റങ്ങൾ വരുത്തേണ്ടത്. അങ്ങനെ നിങ്ങളുടെ വീക്ക്നെസ്സിനെ നിങ്ങൾ സ്ട്രെങ്തൻ ചെയ്യുന്ന സമയത്ത് ഒരു കാര്യം ഉറപ്പാണ്, 1% നിങ്ങളുടെ വീക്ക്നെസ് സ്ട്രെങ്തൻ ചെയ്താൽ നിങ്ങളുടെ ബിസിനസ് വലിയ മാറ്റം നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. അപ്പൊ നിങ്ങൾ റെഡി ടു ചേഞ്ച്, എന്തിന്, മാറ്റത്തിന് വിധേയമാകുക. നിങ്ങളുടെ കഴിവുകളെ പരിപോഷിക്കുക, അതോടൊപ്പം തന്നെ നിങ്ങളുടെ വീക്ക്നെസ്സുകളെ, കുറവുകളെ സ്ട്രെങ്തൻ ചെയ്യുക. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ബിഗിൻ വിത്ത് എൻഡിങ് മൈൻഡ്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നിങ്ങൾ ആരംഭിക്കുന്നത് ഇതിന്റെ അവസാനം കണ്ടുകൊണ്ടായിരിക്കും. ബിഗിൻ വിത്ത് എൻഡിങ് മൈൻഡ്. ഡയറക്ട് സെല്ലിങ്ങില് ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ബിഗിൻ വിത്ത് എൻഡിങ് മൈൻഡ്. നമ്മളിപ്പോ ബാംഗ്ലൂരിലേക്കാണ് യാത്ര പോകുന്നത്. നാം എന്നും യാത്ര ചെയ്യുന്ന വ്യക്തികൾക്ക് പോലും ഒരു പക്ഷേ ആ പോണ വഴിക്കുള്ള എല്ലാ വഴി കൃത്യമായിട്ട് അറിയണമെന്ന് ഒരു നിർബന്ധമില്ല. നമ്മൾ യാത്ര ചെയ്യുമ്പോഴാണ് അടുത്തടുത്ത വഴികൾ തെളിഞ്ഞു വരുന്നത്. ഗൂഗിൾ മാപ്പ്, നമ്മൾക്ക് ഓരോ വ്യക്തികൾക്കും ഒരു ഗൂഗിൾ മാപ്പ് ആവശ്യമാണ്. ഇതിന് നമ്മൾ എന്ത് ചെയ്യും, ഡൗട്ട് വരുന്ന സമയത്ത് സൂം ചെയ്ത് നോക്കും. ഒരു ജംഗ്ഷനിലെത്തി, അങ്ങോട്ടാണ് ഇങ്ങോട്ടാണ് തിരിയേണ്ടത്, അവിടെ കൃത്യമായിട്ട് നമ്മൾ സൂം ചെയ്യും, എന്നിട്ടാണ് മുന്നോട്ട് പോവുക. എന്ന് പറഞ്ഞ പോലെ ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ബിസിനസ്സിലെ നമ്മൾക്കൊരു ഗൂഗിൾ മാപ്പ് ആവശ്യമാണ്. എങ്ങോട്ടാണ് നമ്മൾ പോകുന്നത് കൃത്യമായിട്ട് തിരിച്ചറിയാൻ പറ്റണം. നമ്മുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് അടിവരയിട്ട് നിങ്ങളുടെ ശരീരത്തിലെ ഓരോ കോശങ്ങൾക്കും അത് തിരിച്ചറിയാൻ പറ്റണം. ഞാൻ ഈ ബിസിനസ് ചെയ്യുന്നത് എന്റെ ലക്ഷ്യങ്ങളുടെ പൂർത്തീകരണത്തിന് വേണ്ടിയാണ്. ഇന്ന കാര്യങ്ങൾ ഇന്ന ദിവസത്തിനുള്ളിൽ ഇന്ന രീതിയിൽ ചെയ്തു തീർക്കലാണ് എന്റെ ആത്യന്തികമായ ലക്ഷ്യം. അതിനുവേണ്ടി ഞാൻ സ്വയം മാറാനും എനിക്കില്ലാത്ത കഴിവുകളെ, കാര്യങ്ങളെ എന്നിലേക്ക് ചേർത്ത് വെക്കാനും എന്നിൽ നിന്ന് ആവശ്യമില്ലാത്ത കാര്യങ്ങളെ മുറിച്ചു കളയാനും ഞാൻ തയ്യാറാണ്. അതിന് ഈ സെക്കൻഡ് മുതൽ ഞാൻ ഇറങ്ങിത്തിരിക്കുകയാണ്. അതിനുവേണ്ടി ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുകയാണ്. ഈ ഒരു മനോഭാവത്തോടു കൂടി വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. അതാണ് പറഞ്ഞത് ബിഗിൻ വിത്ത് എൻഡ് ഇൻ മൈൻഡ്. അവസാനം കണ്ടുകൊണ്ട് വേണം നമ്മൾ യാത്ര തുടങ്ങാൻ. അപ്പോ നമുക്ക് നോകൾ ഒരു പ്രശ്നമാവില്ല. ഇന്ന് 100 നോ കേട്ടാലും നാളെ ഞാനൊരു കോടീശ്വരനായി മാറുമെന്നുള്ള ആ ഒരു അതിന്റെ അവസാനം അത് തന്നെയായിരിക്കും ഈ നോകളെ സന്തോഷത്തോടെ സ്വീകരിക്കാൻ നമ്മളെ പ്രാപ്താക്കുക. എപ്പോഴും കണ്ണാടിയുടെ, അതായത് നമ്മൾ കാറിന്റെ മിറർ ഉണ്ടല്ലോ, കാറിൽ മിറർ ഉണ്ട്. നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും എപ്പോഴും ആ മിററിൽ നോക്കിയിട്ടല്ല ഓടിക്കാറ്. യാത്രയുടെ ഇടയിൽ ഡൗട്ട് വരുമ്പോഴാണ് ബാക്കിൽ നിന്ന് വണ്ടി വരുന്നുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ ഓവർടേക്ക് ചെയ്യുന്ന സമയത്ത്, ഈ സമയത്തൊക്കെയാണ് മിററിൽ നോക്കുക. ചില ആളുകൾ എപ്പോഴും മിററിൽ നോക്കിയിട്ടാണ് വണ്ടി ഓടിക്കണം. എന്താ സംഭവിക്കുക, നമ്മൾ വണ്ടി ഓടിക്കേണ്ടത് സ്ട്രൈറ്റ് മുന്നോട്ട് നോക്കിയിട്ടാണ്. മുന്നോട്ട് നോക്കുന്നതിന് പകരം ഈ ബിസിനസ്സിന്റെ അതിന്റെ സാധ്യതകളെ നമ്മൾ നോക്കുന്നതിന് പകരം നമുക്കുണ്ടായ മിസ്റ്റേക്കുകളെ പിന്നിലോട്ട് തിരിഞ്ഞു നോക്കിക്കൊണ്ട് സദാസമയം ഇരുന്നാൽ നിങ്ങളുടെ വണ്ടി ആക്സിഡന്റിൽ പെടും. നിങ്ങളാകുന്ന വ്യക്തി ഉദ്ദേശിച്ച ലക്ഷ്യത്തിൽ ഒരിക്കലും എത്തിച്ചേരുകയില്ല. എന്നാൽ ഇടയ്ക്ക് നോക്കും വേണം. നമ്മൾ കണ്ണാടിയിൽ ഫുൾ ടൈം നോക്കാനും പാടില്ല. ആ ഒരു കൃത്യമായ ഒരു അനുപാതത്തിലൂടെ മുന്നോട്ട് നോക്കിക്കൊണ്ട്
ഡൗട്ടുകൾ വരുന്ന സമയത്ത് മാത്രം പാസ്റ്റിലേക്ക് പുറകിലോട്ട് തിരിഞ്ഞു നോക്കുക. അന്ന് ചെയ്ത കാര്യം അതുപോലെ തന്നെയാണ് ഇന്നും ഞാൻ ചെയ്യുന്നത്. എന്തെങ്കിലും എനിക്ക് തിരുത്താനുണ്ടോ, അത് മാത്രമാണ് നമ്മൾ കണ്ണാടിയിൽ പിന്നിലേക്ക് നോക്കാൻ പാടുള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത് എപ്പോഴും കണ്ണാടിയുടെ ഈ പറയുന്ന കാറിന്റെ മിററിൽ നോക്കി ഓടിക്കരുത്. മുന്നോട്ട് നോക്കി തന്നെ നിങ്ങളുടെ വണ്ടി യാത്ര തുടരട്ടെ. ഇനി ഏറ്റവും പ്രധാന അടുത്തൊരു വാചകമാണ്, നമ്മുടെ ഇഷ്ടമല്ല മറ്റുള്ള ആളുകളുടെ ഇഷ്ടം നോക്കി പ്രവർത്തിക്കുക. ഇത് ടീം വർക്കാണ്. നമ്മൾ പ്രവർത്തിക്കേണ്ടത് നമ്മുടെ ഇഷ്ടത്തെ മാത്രം, നമ്മുടെ ഇഷ്ടത്തിന് വേണ്ടി മാത്രം ആവരുത്. മറ്റുള്ള ആളുകളുടെ താല്പര്യം കൂടി നമ്മൾ ഇതിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. തൊട്ടാവാടി ആകരുത്. നമ്മളാരും തൊട്ടാവാടികളായി മാറരുത്. മിണ്ടി കഴിഞ്ഞാൽ പെണ്ണങ്ങി ഫോൺ എടുക്കില്ല, പ്രോഗ്രാമിന് വരില്ല. അങ്ങനെ ഒരു ചില ആളുകളുണ്ട്. തൊട്ടാവാടിന് നമ്മൾ ചെറുപ്പത്തിൽ സ്കൂളിൽ പോണ സമയത്ത് തൊട്ട് നോക്കാറുണ്ട്. എന്താ കാരണം? അത് വാടുന്നുള്ളതുകൊണ്ടാണ്. നിങ്ങൾ ആരെങ്കിലും തെങ്ങിന്റെ ഓലമേ തൊട്ട് നോക്കാറുണ്ടോ? വാടുവോ? ഇതാ തൊട്ടു വാടി എന്ന് പറയാറുണ്ടോ? വാടാ തൊട്ട് നോക്കാറുണ്ടോ? ഇന്ന് വരെ നമ്മൾ ആരും തെങ്ങിന്റെ ഓലമേ വാടാൻ വേണ്ടി തൊടാറില്ല, തൊട്ടാവാടിക്ക് തൊടാറുള്ളൂ. കാരണം എന്താ? തൊട്ടാവാടി വാടുന്നുള്ളതുകൊണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളെ പല ആളുകളും തൊട്ടു നോക്കും, മാന്തി നോക്കും, ചൊറിഞ്ഞു നോക്കും. നിങ്ങൾ വാടുമെന്ന് അറിയാം. നിങ്ങൾ അവിടെ സ്ട്രോങ് ആയിട്ട് നിൽക്കണം. കാരണം ഞാനൊരു ഉറച്ച പാറയാണെന്ന് ബോധ്യപ്പെടുത്തണം. അങ്ങനെയാണെങ്കിൽ നിങ്ങളെ മാന്താനും തൊടാനും ഒരാളും വരില്ല. നിങ്ങൾക്ക് വളരെ വലിയ രീതിയിൽ വലിയ ആത്മവിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ തൊട്ടാവാടി ആകരുത്. തൊട്ടാവാടി നമ്മൾ ആകരുത്. നമ്മുടെ ആയുധത്തിന് മൂർച്ച കൂട്ടുക വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ബിസിനസ്സിൽ നിങ്ങൾ ഡെയിലി, പെർ വീക്ക്, പെർ മന്ത്, ഡെയിലി, പെർ ഡേ, പെർ അവർ നിങ്ങളുടെ ആയുധത്തിന് മൂർച്ച കൂട്ടിക്കൊണ്ടേയിരിക്കണം. കാരണം നമ്മുടെ മുന്നിലുള്ള പ്രതിബന്ധം വലുതായതുകൊണ്ടല്ല, തടസ്സങ്ങൾ വലുതായതുകൊണ്ടല്ല നമുക്കത് മറികടക്കാൻ കഴിയാത്തത്, നമ്മുടെ ആയുധത്തിന് മൂർച്ച കുറഞ്ഞതുകൊണ്ടാണ്. അതുകൊണ്ട് നമ്മുടെ ആയുധത്തിന്റെ മൂർച്ച കൂട്ടുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുക. പ്രതിബന്ധത്തെ ഇല്ലാതാക്കലല്ല, അതിനെ മറികടക്കാം. എങ്ങനെ? നമ്മുടെ ആയുധത്തെ നമ്മൾ മൂർച്ച കൂട്ടുക എന്നുള്ളതാണ്. ഒരു കാര്യം നിങ്ങൾ തിരിച്ചറിയുക, ആയുഷ്കാലം ദരിദ്രനായി ജീവിക്കുന്നതിനേക്കാൾ നല്ലതാണ് കുറച്ചു കാലം കഷ്ടപ്പെട്ട് ധനവാനാകുന്നു. ആയുഷ്കാലം ദരിദ്രനായി ജീവിക്കുന്നതിനേക്കാൾ വളരെ 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 നല്ലതാണ് കഷ്ടപ്പാട് പറഞ്ഞ്, പ്രശ്നങ്ങൾ പറഞ്ഞ്, ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് സബ്സിഡി വാങ്ങി, പഞ്ചായത്തിൽ നിന്ന് സബ്സിഡി വാങ്ങി, മറ്റുള്ള ആളുകളുടെ ആനുകൂല്യങ്ങൾ വാങ്ങി, എന്തെങ്കിലും ഫ്രീ കിട്ടുമോ എന്ന് കരുതിയിരിക്കുക. നമുക്ക് എന്തെങ്കിലും ഫ്രീ ആയിട്ട് കിട്ടുന്നതിന് മാത്രം കുറിച്ച് ചിന്തിക്കാതെ അങ്ങനെ ആയുഷ്കാലം ദരിദ്രനായിട്ട്, പരമദരിദ്രനായിട്ട് ജീവിതം തുലച്ചു കളയുന്നതിനേക്കാൾ നല്ലതാണ് കുറച്ചു കാലം കഷ്ടപ്പെട്ട് ധനവാനാകുന്നു. അതിനു വേണ്ടിയിട്ടാണ് ഞാനും നിങ്ങളും ഈ ബയോട്ടോറി ഏറ്റെടുത്തിരിക്കുന്നത്. അടുത്തൊരു 5 വർഷം 2030 എന്ന് പറയുന്ന നമ്മുടെ ഒരു ഡെഡ് ലൈൻ ആണ്. ഈ 2030-നുള്ളിൽ ഇന്ന് നമ്മുടെ കൂട്ടത്തിലുള്ള എല്ലാവരും തന്നെ ധനവാന്മാരാവണം, ആരോഗ്യമുള്ള വ്യക്തികളായിട്ട് മാറണം, സന്തോഷത്തോടെ ഈ ഭൂമിയിൽ ജീവിക്കാൻ നമുക്ക് കഴിയണം. ആ രീതിയിലേക്ക് അതിനുവേണ്ടി ഒരു കഷ്ടപ്പാട്, അതിനുവേണ്ടി ഒരു തയ്യാറെടുപ്പ്, അതാണ് നമ്മളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് ആയുഷ്കാലം ദരിദ്രനായി ജീവിക്കുന്നതിനേക്കാൾ നല്ലതാണ് കുറച്ചു കാലം കഷ്ടപ്പെട്ട് ധനവാനാകും. അതിന്റെ കൂടെ ഒരു വാചകം ഞാൻ ആഡ് ചെയ്യാണ്. വെറുതെ ഇരുന്ന് തുരുമ്പാകുന്നതിനേക്കാൾ നല്ലതാണ് പണിയെടുക്കാതെ വെറുതെ ഇരുന്ന് തുരുമ്പാകുന്നതിനേക്കാൾ നല്ലതാണ് പ്രവർത്തിച്ച് തേഞ്ഞ് തീരുന്നത്. യെസ് ഓർ നോ? വെറുതെ ഇരുന്ന് തുരുമ്പാകുന്നതിനേക്കാൾ നല്ലതാണ് പ്രവർത്തിച്ച് തേഞ്ഞ് തീരുന്നത്. ഇത്തരത്തിലുള്ള ഒരു ചേഞ്ച്, ഒരു മാറ്റം നിങ്ങളുടെ ചിന്താഗതികളിൽ ഉണ്ടാവണം, നിങ്ങളുടെ ഭാവനകളിൽ ഉണ്ടാവണം. ഈ ബിസിനസ് സംബന്ധിച്ചിടത്തോളം കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ട് നമുക്ക് ചെയ്യാം. അപ്പോ കഷ്ടപ്പെടാൻ തയ്യാറാവണം. ഒരു ടീം ഉണ്ടാകുന്നത് വരെ, നിങ്ങളെയും തുടങ്ങുന്ന ആ വ്യക്തിത്വത്തിൽ നിന്ന് ഒരു ടീം ഉണ്ടാവുന്നു. ടീം ഉണ്ടാവുന്നവരെ കഷ്ടപ്പെട്ട് ഒരു ടീം ഉണ്ടാവണം. പിന്നെ ആ ടീമിനെയും നിങ്ങളെയും നിങ്ങൾ ഇഷ്ടപ്പെടാൻ തുടങ്ങും. അങ്ങനെ കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും ഇന്ന് മനോജ് സാറിന് ലഭിച്ച പോലെ ഒരു ആയിരക്കണക്കിന് ആളുകൾ കിട്ടിയ പോലെ ആ രക്ഷപ്പെടൽ നമുക്ക് സാധ്യം. കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ട് ചെയ്യുക, അപ്പോൾ നമ്മൾ രക്ഷപ്പെടും. ഇതാണ് ഡയറക്ട് സെല്ലിങ്ങിന്റെ ബേസിക്. കഷ്ടപ്പെടാനും ആ കഷ്ടപ്പാടിന് ഇഷ്ടപ്പെടാനും നമ്മൾ തയ്യാറാവുന്നതാണ്. എന്തായാലും സമയം ഒക്കെ 7:10 ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. അപ്പൊ നമ്മള് കഷ്ടപ്പെടാൻ തയ്യാറാവുക, അത് ഈ കഷ്ടപ്പെടലിനെ ഇഷ്ടപ്പെടാൻ തയ്യാറാവുക, അതിലൂടെ വലിയ വിജയമാക്കി മാറുക, വലിയ വിജയമായിട്ട് മാറുക. കാരണം നമ്മുടെ ഇപ്പൊ നമ്മൾ അനുഭവിക്കുന്ന തോൽവികളെല്ലാം, ഇന്ന് നിങ്ങൾ നേരിടുന്ന പ്രതിസന്ധികളെല്ലാം തന്നെ നാളെ നിങ്ങളുടെ വിജയ കഥകളായിട്ട് മാറും. ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന പ്രതിസന്ധികളെല്ലാം ഇപ്പൊ പെട്രോൾ അടിക്കാൻ കാശില്ലാതെ വഴിയിൽ നിന്നു, ഭക്ഷണം കഴിക്കാൻ പൈസ ഇല്ലാതെ മാറി നിന്നു, ഇങ്ങനെയൊക്കെയുള്ള പല പ്രതിസന്ധികൾ പല ആളുകൾ അനുഭവിക്കുന്നുണ്ട്. നമ്മുടെ മനോജ് സാറ് ആളുടെ എക്സ്പീരിയൻസിൽ പറയുന്ന കാര്യമുണ്ടല്ലോ,
നിരവധി വർഷം വാടക വീട്ടിൽ താമസിച്ചാണ്. ആ വാടക വീട്ടിൽ താമസിക്കുന്ന സമയത്ത് അതൊരു പ്രശ്നമായിരുന്നു, കളിയാക്കലായിരുന്നു, കഷ്ടപ്പാടായിരുന്നു. പക്ഷെ ഇന്ന് ആ എക്സ്പീരിയൻസിലൂടെ അദ്ദേഹം കടന്നു വന്ന് ഇന്ന് വിജയമായി മാറിയപ്പോ ആ എക്സ്പീരിയൻസ് നമുക്കെല്ലാം ഗുണപാഠമാണ്. അതൊരു വിജയമന്ത്രമാണ്, ഒരു എക്സ്പീരിയൻസ് ആണ്. അത്തരത്തില് എല്ലാ കഷ്ടപ്പാടുകളും നിങ്ങൾ ഇഷ്ടപ്പെടാൻ പഠിക്കുക. ആ ഇഷ്ടപ്പെടലിലൂടെ നിങ്ങൾ വലിയ വിജയമായിട്ട് മാറും. എന്തായാലും എല്ലാവർക്കും വലിയ വിജയങ്ങൾ ഉണ്ടാവട്ടെ, വലിയ ലക്ഷ്യങ്ങൾ ഉണ്ടാവട്ടെ. ആ ലക്ഷ്യങ്ങളിലൂടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഉന്നതമായ തലത്തിലേക്ക് എത്താൻ ഓരോ വ്യക്തികൾക്ക് കഴിയട്ടെ. അതിനായി നമുക്ക് ഒരുമിച്ച് ഈ ബയോട്ടോറിയത്തോടൊപ്പം കേരള ഈ ബയോട്ടോറിയം ഈ കമ്മ്യൂണിറ്റിയോടൊപ്പം പ്രവർത്തിക്കാം. വലിയ വിജയങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. ജയ് ജയ് ഈ ബയോട്ടോറിയം. താങ്ക് യു ഓൾ. താങ്ക് യു സുരേഷ് സാർ. നമ്മുടെ എന്തായാലും വളരെ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ് കംപ്ലീറ്റ് ചെയ്തത്. നമ്മുടെ കേരള ബയോട്ടോറിയം കമ്മ്യൂണിറ്റിയുടെ കോർ ടീം ലീഡറും കൂടിയായിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട സുരേഷ് സാറ് ഇന്ന് രാവിലെ 1 മണിക്കൂർ സമയം നീളുന്ന അദ്ദേഹത്തിന്റെ ജീവിത അനുഭവങ്ങളാണ് നിങ്ങളോട് പങ്കുവച്ചത്. എനിവേ ഒരു റാവൽപിണ്ടി എക്സ്പ്രസിന്റെ ഒരു യാത്രയായിരുന്നു അദ്ദേഹത്തിന്റെ ഈ തുടക്കം മുതൽ ഈ ഒരു സമയം വരെ. ആ ഒരു എനർജി ലെവൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടും ഒപ്പം ഇന്നത്തെ ഒരു സബ്ജക്റ്റ് തന്നെ അത് തന്നെയായിരുന്നു, ഗോ ഫോർവേഡ് എന്നുള്ളതായിരുന്നു. നമ്മുടെ സുരേഷ് സാർ അത് കൃത്യമായ രീതിയിൽ നമ്മളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. നമ്മുടെ ആയുധത്തിന് മൂർച്ച കൂട്ടുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത്. നമ്മളിലേക്ക് നോക്കുന്ന സമയത്താണ് കൂടുതൽ നമുക്ക് മെച്ചപ്പെടാൻ വേണ്ടി കഴിയുന്നത്. നമ്മൾ മറ്റുള്ളവരുടെ കുറ്റവും കുറവും കണ്ടുപിടിക്കുന്നതിനേക്കാൾ ഉപരിയായി നമുക്ക് നമ്മളെ തിരുത്താൻ കഴിഞ്ഞാൽ മുന്നോട്ട് പോകുന്നത് വളരെ എളുപ്പമായിരിക്കും. അതാണ് ജീവിതത്തിൽ നമ്മൾ വിജയിക്കാൻ വേണ്ടി ചെയ്യേണ്ട ഏറ്റവും പരമപ്രധാനമായ കാര്യം എന്നുള്ളത് ഇന്നിപ്പോ നമ്മുടെ പ്രിയപ്പെട്ട സുരേഷ് സാർ അത് ബോധ്യപ്പെടുത്തി കഴിഞ്ഞു. എനിവേ ഒരിക്കൽ കൂടി നമ്മുടെ കേരള ബയോട്ടോറിയം കമ്മ്യൂണിറ്റിയുടെ പേരിൽ സുരേഷ് സാറിനോടുള്ള നന്ദിയും സ്നേഹവും ഒക്കെ രേഖപ്പെടുത്തുകയാണ്. ഇനിയും അദ്ദേഹത്തിന്റെ പ്രോഗ്രാമുകൾ നമ്മുടെ കേരള ബയോട്ടോറിയം കമ്മ്യൂണിറ്റിയുടെ പേരിലുള്ള ഈ പ്രോഗ്രാമുകൾക്ക് നമുക്ക് ലഭിക്കും. അദ്ദേഹത്തിന്റെ ഫിസിക്കൽ മീറ്റിങ്ങുകളും ഒക്കെ നമ്മൾ അറ്റൻഡ് ചെയ്യുന്ന ആളുകളാണ്. എനിവേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ 6 AM ക്ലബ്ബ് വളരെ ശക്തമായിട്ട് തന്നെ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട മനോജ് സാറാണ് നമ്മുടെ ഈ ഒരു ക്ലോസിംഗ് സെഷനിലേക്ക് കയറേണ്ടത്. അദ്ദേഹം ഒരു യാത്രയിലായതുകൊണ്ട് അദ്ദേഹത്തിന് കയറാൻ കഴിയില്ല എന്നുള്ള അറിയിപ്പായിട്ട് അദ്ദേഹം വിളിച്ചിട്ടുണ്ടായിരുന്നു. എനിവേ ഇന്നത്തെ ഒരു ദിവസം നമ്മുടെ പ്രിയപ്പെട്ട സുരേഷ് സാറ് നമുക്ക് നൽകിയ പാഠം അത് നമ്മൾ ഫീൽഡിൽ പ്രയോഗിച്ചുകൊണ്ട് നമ്മുടെ അച്ചീവ്മെന്റുകൾ എടുക്കുമ്പോഴാണ് അദ്ദേഹത്തിന്റെ വാക്യങ്ങൾ നമ്മൾ എത്ര മാത്രം ശിരസ വഹിച്ചു എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി കഴിയുന്നത്. ആ ഒരു നിലയ്ക്ക് നമുക്ക് നമ്മുടെ മുന്നേറ്റം ഇന്നത്തെ ഈ രാവിലെ മുതൽ തുടരാൻ വേണ്ടി കഴിയണം. ഓരോ ദിവസവും അങ്ങനെ പുതിയ അറിവുകളാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ബയോട്ടോറിയത്തെ സംബന്ധിച്ചിടത്തോളം ഒരു രണ്ടാം കുതിപ്പാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് പ്രതിസന്ധികളെ തരണം ചെയ്ത് വന്നിട്ടുള്ള ആളുകളാണ് നമ്മൾ ഓരോരുത്തരും. നമ്മളെ സംബന്ധിച്ച് നയിക്കാനുള്ള ഒരുപാട് കപ്പാസിറ്റിയുള്ള ലീഡേഴ്സ് നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ബയോട്ടോറിയം ബിസിനസ് ഇന്ന് കേരളത്തിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ഒരു സഞ്ചാരം അല്ലെങ്കിൽ യാത്ര വളരെ ശക്തമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മുമ്പത്തേക്കാളും അതിശക്തമായിട്ടുള്ള രീതിയിൽ 3 വർഷക്കാലം മുമ്പ് ബയോട്ടോറിയം കേരളത്തിലേക്ക് വന്ന ആ ഒരു സ്ഥിതിയിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ മെച്ചപ്പെടാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ പ്രോഗ്രാമുകളുടെ കാര്യത്തിലാണെങ്കിലും മറ്റെല്ലാ കാര്യങ്ങളിലും ലീഡേഴ്സിന്റെ ക്വാളിറ്റി നമ്മൾ പരിശോധിച്ചാൽ എല്ലാവരും കൂടെ നിൽക്കുന്ന ആളുകളുടെ വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളാണ് നമ്മുടെ ലീഡേഴ്സ് എന്ന് പറയുന്നത്. അവരോട് തോളോട് തോൾ ചേർത്ത് നിന്നുകൊണ്ട് വളരെ ശക്തമായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോയാൽ നമുക്ക് വിജയിക്കാൻ വേണ്ടി കഴിയും. സുരേഷ് സാറിന് വീണ്ടും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുന്നതോടൊപ്പം തന്നെ ഇന്ന് ഈ ഒരു പ്രോഗ്രാമിൽ കയറിയിട്ടുള്ള നിങ്ങളാണ് ഈ പ്രോഗ്രാമിന്റെ വിജയിപ്പിക്കുന്നത്. നിങ്ങൾക്ക് നാളെ വരുമ്പോൾ പുതിയൊരു വ്യക്തിയുമായിട്ട് നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് കയറാനുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് നിങ്ങൾ ഓരോരുത്തരും മാറണം. അങ്ങനെ മാറുമ്പോഴാണ് നമ്മുടെ ബിസിനസ് കൂടുതൽ ശക്തമായി മുന്നോട്ട് പോകുന്നത് എന്നുള്ള തിരിച്ചറിവ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം. ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ഇന്നത്തെ ഈ ഒരു 6 AM ക്ലബ്ബ് വൈൻഡപ്പ് ചെയ്തതായിട്ട് അറിയിക്കുന്നു. താങ്ക് യു ഓൾ.